എൻ്റെ പേര് സുരേഷ് കുമാർ PR. ഞാൻ പുല്ലാട്ട് നിന്ന് വരുന്നു. 3 മാസത്തിന് മുമ്പേ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിന് ഉടമ്പടി എടുത്തിരുന്നു. 14/1/2025 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും വിദ്യാഭ്യാസത്തിനും എൻ്റെ വീട്ടിലെ ദുരിതങ്ങൾ മാറാനും അസുഖങ്ങൾ മാറാനും ഒരു ദുരിതങ്ങളും കഷ്ടതകളും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി പുതുക്കുന്നതിന് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് എനിക്കൊരു മഹാ അത്ഭുതമുണ്ടായി. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇടത്തെ ബ്രിസ്റ്റിലൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് എന്നോട് പലവട്ടം പറഞ്ഞു കൊണ്ടുപോയി കാണിക്കണം, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധമായ ആവശ്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു സാധാരണ ഫാമിലിയാണ്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഈ ഉടമ്പടി പുതുക്കുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ആ തടിപ്പ് അങ്ങ് കൂടുകയും നല്ല വേദന അനുഭവിക്കുകയും അകത്തും പുറത്തും വേദന ഉണ്ടാവുകയും ചെയ്തു. പുള്ളിക്കാരത്തെയും ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം വളരെ ടെൻഷനിലായി. ഞങ്ങളൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പെട്ടെന്ന് പരിശോധിച്ച ശേഷം പറഞ്ഞു, ഒരു എമർജൻസി ആയിട്ടൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനെ വിളിച്ചു കരഞ്ഞു. ആ കരച്ചിൽ പക്ഷേ അൾട്രാസൗണ്ട് റിസൾട്ട് വന്നപ്പം ഇടത്തെ ബ്രിസ്റ്റിൽ 8 മുതൽ 9 മില്ലിമീറ്റർ നീളത്തിൽ ക്ലോക്ക് രൂപത്തിലൊരു മാംസകഷ്ണം ഇരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഞാൻ ആ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സുരേഷ് ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ, പുള്ളിക്കാരത്തിയോട് പറയണ്ട, എത്രയും പെട്ടെന്നൊന്ന് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനിത് പുള്ളിക്കാരത്തിയോട് പറഞ്ഞില്ല. ഞാൻ പോയ വഴിക്ക് എൻ്റെ മാതാവിനെ, എൻ്റെ കൃപാസന മാതാവിനെ ചങ്ക് പൊട്ടി എൻ്റെ കണ്ണിൽ നിന്ന് രക്തം വരുന്ന രീതിയിൽ ഞാൻ വിളിച്ചു, എൻ്റെ മാതാവിനെ ഞങ്ങളെ അനുഗ്രഹിക്കണം, വേറെ മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാനും വേറെ ആരുമില്ല, അതുകൊണ്ട് കൃപ ചൊരിയണേ എന്ന് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി. മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കി. മാമോഗ്രാം ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ 25-ാം തീയതി ചെയ്ത മാമോഗ്രാമും 25-ാം തീയതി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. 28-ാം തീയതി മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനും ചെയ്തപ്പോൾ അങ്ങനെയൊരു ദശയോ മാംസമോ ആ ബ്രിസ്റ്റിലില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞത് കൂടാതെ അൾട്രാസൗണ്ട് ചെയ്ത റേഡിയോളജിസ്റ്റും അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പുഷ്പകരില്ല. ആ സിസ്റ്ററും പറഞ്ഞു, ദൈവം തമ്പുരാന് കർത്താവായ ഈശോ നിങ്ങളെ തിരുരക്തത്താൽ കഴുകി അലിയിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. അമ്മയോട് 1000 നന്ദി. അമ്മയെ ഒരിക്കലും മരിക്കുന്നവരെയും ഞങ്ങൾ മറക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കാത്തുകൊള്ളേ, 1000 നന്ദി അമ്മേ. ഇത്ര വലിയ അത്ഭുതം സൃഷ്ടിച്ച അമ്മ മാതാവിന് 1000 നന്ദി. അമ്മ മാതാവിന് 1000 നന്ദി. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങൾ അനുഭവിച്ച വേദന അതുപോലായിരുന്നു. ഞാൻ ജീവിതത്തിനോട് തിരിച്ചു വരും അതുപോലെ പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞത്, ഇത്ര സെൻറ്റിമീറ്റർ നീളത്തിന് വലിയൊരു തടിപ്പ് പോകാൻ ഒരു മാംസ കഷ്ണം ഇതെടുത്ത് കളയണം, അതിനൊന്നും ഇടവരുത്താതെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഇനിയും സാക്ഷിയാക്കണമേ ഞങ്ങളെ. അമ്മയും വിശുദ്ധ പുണ്യാളച്ചനും വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചനും ഈശോയും എല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അതുപോലെ അനുഗ്രഹിക്കണമേ. അമ്മയോട് ഒരു അപേക്ഷയോടെ ഉള്ളൂ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഇനി എന്നെ സാക്ഷിയാക്കണമേ. കാരുണ്യപ്രവൃത്തികളെ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തായിരുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ സാധുക്കൾക്കൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ തേനും ഉപ്പും എൻ്റെ വൈഫിന് കൊടുത്തു. ആ എണ്ണയാണെങ്കിൽ ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുമായിരുന്നു. സാധുക്കളെ കണ്ടാൽ ഞങ്ങൾക്കൊത്തിരി സാമ്പത്തികമൊന്നുമില്ല, സാധാ ഫാമിലിയാണ്, എന്നാലും ഞങ്ങളുടെ കഴിവുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഞങ്ങളുടെ കഴിവുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനും ഇനിയും പ്രത്യക്ഷീകരണ പ്രവൃത്തികൾ ഞങ്ങൾ ഏർപ്പെട്ടുകൊള്ളാം. മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, ഇനിയും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രവൃത്തികൾ ഏറ്റുകൊള്ളാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഇനിയും എന്നെ സാക്ഷിയാക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുക.
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സുരേഷ് കുമാറിൻ്റെ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റിലുണ്ടായ മുഴ അമ്മ മാതാവും ഈശോയും എടുത്തു മാറ്റിയത് അതാണ് നമ്മളിപ്പോൾ കേട്ടത്. അവരുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും കൈവിടിയില്ല എന്നുള്ളതിന് വലിയ ഒരു സാക്ഷ്യമാണിത്. കർത്താവിനെ അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരമരുളും. അതിൻ്റെ ആ വചനത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കേട്ടത്. നമുക്ക് സുരേഷിനോടും വൈഫിനോടും കൂടെ കർത്താവായ ദൈവത്തിനും കൃപാസന മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.